നിനക്കറിയോ 15 ലക്ഷം ആൾക്കാരാണ് ഓരോ വർഷം IIT-യിലേക്ക് എൻട്രൻസ് എക്സാം എഴുതുന്നത്. ഇന്ത്യയിൽ എത്ര IIT ഉണ്ട്? 23 IIT. ഇവിടെ മാക്സിമം സീറ്റ് എന്ന് പറയുന്നത് 18,000 ആണ്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ എന്താ ചെയ്യുന്നത്? PCM ബാക്ക്ഗ്രൗണ്ട് ഉള്ള, അതായത് ഫിസിക്സും മാത്തമാറ്റിക്സ് ഒക്കെ ഇഷ്ടമുള്ള ആളുകൾ എല്ലാവരും IIT-യിലൊന്നും പഠിക്കാൻ പറ്റണമെന്നില്ല. പക്ഷെ IIT-യിൽ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും നല്ല കരിയർ സെറ്റ് ചെയ്യാൻ വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഡാറ്റ സയൻസിൽ, അല്ലെങ്കിൽ മെർച്ചൻ്റ് നേവി, ആക്ച്വറിയൽ സയൻസ്, ഈ മേഖലകളൊക്കെ ഇപ്പോൾ ഫ്ലറിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിലേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്ട്, ഫൈനാൻസ് മേഖലയിൽ ഈ മാത്തമാറ്റിക്സും ഫിസിക്സും ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. ഈ ക്വാണ്ടിറ്റേറ്റീവ് ഫൈനാൻസ്, പ്രത്യേകിച്ചും ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ ബൂമായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ കമ്പ്യൂട്ടേഷണൽ ഫിസിക്സ്, കമ്പ്യൂട്ടേഷണൽ മാത്തമാറ്റിക്സ്, ഇതൊക്കെ ഭയങ്കരമായിട്ട് സ്കോപ്പുള്ള മേഖലകളായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫിസിക്സും മാത്തമാറ്റിക്സും ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ് നീയെങ്കിൽ നിനക്ക് IIT-യിൽ സീറ്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും നിനക്ക് കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല കരിയർ എന്തായാലും ഡെവലപ്പ് ചെയ്യാൻ പറ്റും.